ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ 10-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ വാക്യം വായിക്കാം. പാർസി രാജാവായ കോരെശിന്റെ 3-ാം ആണ്ടിൽ ബെൽത്ത്ശസ്സർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ചു ദർശനത്തിന് ശ്രദ്ധ വച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 21 ദിവസമാണ്. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. അതായത് ഉപവസിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഉപാസ്തംഗം കൊണ്ട് കച്ച കെട്ടിയും ഇരിക്കുന്ന പുരുഷനെ കണ്ടു. ഹിദ്ദേക്കൽ എന്ന നദീതീരത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ശണവസ്ത്രം ധരിച്ചു. ശണവസ്ത്രം എന്ന് പറയുന്നത് ലിനൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് കോട്ടണേക്കാൾ നല്ലതാണ്. അരയ്ക്ക് ഉപാസ്തംഗം കൊണ്ടുള്ള കച്ചകെട്ടി, അതും ഒരു പ്രത്യേക തരത്തിലുള്ള സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു അരക്കച്ച എന്ന് പറയുന്നത് ബെൽറ്റാണ്. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും. ഗോമേതകം എന്ന് പറയുന്നത് എന്താണ്? ബെറിൽ എന്ന് പറയുന്ന ഒരു രത്നമാണ്. അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വർണ്ണന പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന വിവരണങ്ങളെല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം ശണവസ്ത്രം. അത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലിനനാണ്. എന്നാൽ ഇവിടെ ലിനൻ എന്നാണ് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദേഹം ആണ്. തലയും തലമുടിയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. ദേഹം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ഗോമേതകം പോലെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? കച്ച, അരയ്ക്കുള്ള ബെൽറ്റ്. ആ ബെൽറ്റ് ഉപാസ്തംഗം കൊണ്ടുള്ളത്. മുഖത്തെ പറ്റി പറഞ്ഞു മുന്നൽ പ്രകാശം എന്നാണ്. കണ്ണുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തീപ്പന്തം പോലെ. ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിന് പറഞ്ഞ പോലെ. പിന്നെന്താ പറഞ്ഞ അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യം എന്താണ്? ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു. ഈ മഹാദർശനം കണ്ടു എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയായി. ഇത് എവിടെ എഴുതിയിരിക്കുന്നതെന്ന ദർശനം നിമിത്തം ശക്തി ഇല്ലാതായി എന്ന് പറയണേ. പിന്നെയും കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എൻ്റെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയിലോടെ നിൽക്കുമാറാക്കി. അപ്പോൾ ഈ കണ്ട ദർശനത്തിൽ ഒരാൾ വന്ന് തൊടുന്നതായിട്ട് പറയുന്നുണ്ട്. ആ തൊടുന്നത് സെയിം വ്യക്തിയാണോ വേറെ ആളാണോ എന്നൊന്നും അവിടെ പറയുന്നില്ല. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചു നിവർന്നു നിൽക്കുക. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് വക നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കും. 21 ദിവസം പോസ്റ്റ് പ്രാർത്ഥിച്ച സമയത്താണ് ഭാവി കാലത്ത് എന്തൊക്കെ ഉണ്ടാകാൻ പോണെന്നുള്ള ഒരു വ്യാകുലം തോന്നി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരെ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലം സമ്പാദിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും പിശാചിൻ്റെ അധികാരമുണ്ട്. ഓരോ രാജ്യങ്ങളും പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ആണ് പാർശ്യ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്താണ് ഇപ്പോൾ ഈ പറയുന്ന ദാനിയേൽ ആയിരിക്കുന്നത്. കോരേശ് രാജാവിൻ്റെ
ഭരണത്തിന് കീഴിലാണ് ആയിരിക്കുന്നതെന്നല്ല ഇവിടെ പറയുന്നത്. ആദ്യത്തെ വാക്യം നമ്മൾ എന്താ വായിച്ചത്? കോരശിന്റെ 3-ാം ആണ്ടിൽ. കോരശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഗതി പ്രശ്നം ഉണ്ടാവുന്നത്. മേദ്യ പെർസ്യ രാജ്യത്തിന്റെ രാജാവാണ് ഈ കോരശ് എന്ന് പറയുന്നത്. ദേശാധിപതി ആയിരുന്ന പിശാച് ഈ വരുന്ന വ്യക്തിയെ ആകാശത്തിൽ അവിടെ തടസ്സം ചെയ്തു. 21 ദിവസം തടസ്സം ചെയ്തപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം മിഖായേലിനെ അയച്ച് വിടുവിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ പാർസി പ്രഭു എന്ന് പറയുന്ന പിശാച് ഈ വരുന്ന വ്യക്തിയെ തടഞ്ഞത്? ലോകവും അതിൻ്റെ സകല അധികാരങ്ങളും മനുഷ്യനുണ്ടാക്കിയതിന് ശേഷം ദൈവം ആദാമിനെ കൊടുക്കുക ചെയ്തത്. പക്ഷെ ആദാമിനെ വഞ്ചിച്ച് പിശാച് അത് പിടിച്ചെടുത്തു. ലോകത്തിന്റെ അധികാരം മുഴുവൻ പിശാചിന്റെ കയ്യിലാണ് ഇപ്പോഴും. കാൽവരിയിൽ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു എങ്കിൽ തന്നെയും സകല ഈ ലോകത്തിന്റെ അധികാരം ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലായിട്ടില്ല. അത് വരുന്നൊരു കാലം വരും. അത് വരുന്നത് അന്ത്യക്രിസ്തുവിനെ തോൽപ്പിച്ചതിന് ശേഷം 1000 ആണ്ട് വാഴ്ചയിലും മാത്രമേ അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ദൈവരാജ്യത്തിൽ ദൈവം മാത്രം നോക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന് അവരുടെ മേൽ അധികാരമൊന്നുമില്ല. ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർ ഇപ്പോഴും ഭൂമിയിലുണ്ടല്ലോ. നമ്മളൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ മേൽ പിശാചിന് അധികാരമില്ല. അപ്പൊ ഇതിനു മുമ്പ് അങ്ങനെയല്ല, ഇസ്രായേൽ ജനത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിൽ നിന്നും ഈ വന്നത് തടസ്സം ചെയ്യാനുള്ള കാരണം പറഞ്ഞ് വരുന്നത് തടസ്സം ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം പിശാചിന് ഈ ലോകത്തിന്റെ അധികാരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞെന്താ? നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാവുന്നു. ഈ ദർശനം പറയുന്നത് ഒരുപാട് കാലത്തേക്കുള്ളതാണെന്നാണ് പറയുന്നത്. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചു നിവർന്നു നിൽക്കുക. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്കുകൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. പിന്നെയും വളരെ വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എൻ്റെ അധരങ്ങളെ തൊട്ടു, ഞാൻ വായ തുറന്ന് സംസാരിച്ചു. അപ്പോൾ വേറൊരു വ്യക്തി ഇവിടെ വരുന്നതായിട്ട് ഇവിടെ പറയുന്നത്, എൻ്റെ മുമ്പിൽ നിന്നവനോട്, യജമാനെ, ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിച്ച് ശക്തിയില്ലാതായിരിക്കുന്നു. അടിയനെ യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതായി ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. അതായത് ഈ ഒരു വ്യക്തി വന്ന് തൊട്ട് ബലപ്പെടുത്തിയപ്പം സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചിട്ട് പറഞ്ഞത് എനിക്ക് തീരെ ബലമില്ലാണ്ടായി പോയി എന്ന് ഈ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി രണ്ടാമതും വന്ന് തൊട്ട് ബലപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കുക, ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ, ഞാൻ യജമാനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ സംസാരം രണ്ടാമത് തുടങ്ങിക്കഴിഞ്ഞപ്പം അപ്പൊ പിന്നെയും ബലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും എന്ന് പറഞ്ഞു. അതായത് ഈ വന്നിരിക്കുന്നത് ഭാവി കാര്യങ്ങൾ അറിയിക്കാനാണ് എന്നുള്ളത് മുന്ന് പറഞ്ഞല്ലോ. ആ കാര്യം ഒന്നുകൂടി പറയാണ്. പക്ഷെ ഈ ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കും പാർസി പ്രഭുവിനോട് പിന്നെയും യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. വന്ന സമയത്ത് പിശാച് തടസ്സം ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴും അപ്പം അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ മിഖായേൽ സഹായിക്കാൻ വരുമെന്ന് താഴെയുള്ള വചനത്തിൽ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞു, അത് കഴിഞ്ഞാൽ യവനപ്രഭു വരും. യവനപ്രഭു എന്ന് പറയുന്നത് ആരാണ്? യവന രാജാവാരാ? അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ആ രാജ്യത്തിന്റെ പ്രഭു വരുന്നത് ആ രാജ്യം ഫോം ചെയ്യുമ്പോഴേ വരുള്ളൂ. പാർസി രാജ്യത്തിനെ തകർത്തതിന് ശേഷം വന്നത് യവന രാജ്യമാണ്. ആ പ്രഭു വരും എന്നാണ് ഈ യേശുക്രിസ്തുവോടെ പറയുന്നത്. യേശുക്രിസ്തു ആണെന്ന ഉള്ളതിന് നമുക്ക് തെളിവുകൾ പലതും ഉണ്ട്. അത് ഞാൻ ഉടനെ പറയാം. എന്നാൽ സത്യ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. അതായത് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്, പോയതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിയിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ യവനപ്രഭു വരികയാണ്. അത് ഈ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യം പാർസി രാജ്യത്തിൽ പല കാര്യങ്ങളും നടക്കും, 4 രാജാക്കന്മാർ വരും, ഒരുത്തൻ ധനവാനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ രാജ്യം വരുമെന്ന് പറയാം. അത് 2 വർഷമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രഭുവായ മിഖായേലല്ലാതെ ഈ കാര്യങ്ങൾ എന്നോട് കൂടെ ഉറച്ചു നിൽക്കുന്നവന് ആരുമില്ല. മിഖായേലാണ് ഈ വരുന്ന വ്യക്തിയെ സഹായിക്കാനായിട്ട് ഈ വരുന്ന ദൂതനാണ് മിഖായേൽ. ഏറ്റവും പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഒരാളാണെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഉള്ള ഈ ദർശനം കണ്ടത് യേശുക്രിസ്തു ആണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം
നമ്മൾ വായിക്കുമ്പോൾ അതിലും ഒരു കമ്പാരിസൺ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുന്നുണ്ട്. ഇവിടെ ദർശനത്തിന്റെ ഉദ്ദേശം ഭാവി കാര്യങ്ങൾ അറിയിക്കാനെന്ന് കുറച്ച് ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തുവാണ് ഈ യോഹന്നാന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നതെന്നാണ് പറയാം. എന്നോട് സംസാരിച്ച നാഥൻ എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പങ്കുവെച്ച് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പങ്കുവെച്ച് കെട്ടി. ഇവിടെ എന്താ പറയുന്നത്? അരയ്ക്ക് ഉപസംഘം കൊണ്ട്, സ്വർണം കൊണ്ടുള്ള അരക്കെടുത്ത് മാറത്ത് വെച്ചിട്ട്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ള. അതായത് എന്താ, തലയും തലമുടിയും വെളുത്ത പഞ്ഞ്. ഇവിടെ അത് ദാനിയേലിന്റെ പുസ്തകം പറഞ്ഞിട്ടില്ല. ഇത് വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെളുത്തതെന്ന് പറയുന്നത്. പിന്നെ കണ്ണ് അഗ്നിജാലയ്ക്കകത്ത്. കണ്ണ് എവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ണുകൾ തീപ്പന്തം പോലെ. ഇവിടെ അഗ്നിജാലയ്ക്കകത്ത് ഏതാണ്ട് സെയിം പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്? കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. കാലുകൾ ഇവിടെ എന്താ പറയുന്നത്? മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണത്തിലൂടെ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി തേജസ്സുള്ളതാണ് ഇപ്പറേ കാണിക്കുന്നത്. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ എരിച്ചിൽ. ഇവിടെ ശബ്ദം എന്താ പറയണേ? പുരുഷാരത്തിന്റെ ആരവം പോലെ. ഇവിടെ പെരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെ. അപ്പോൾ ഏതാണ്ട് ഒരു പോലെ തന്നെ ശബ്ദം എന്ന് പറയും. പിന്നെ എന്താണ്? അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ തലയുള്ള വാൾ പുറപ്പെടും. അത് ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ മുഖം എന്താ പറയുന്നത്? പിന്നൽ പ്രകാശം. ഇവിടെ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം ദാനിയേൽ കാണുന്നതിനേക്കാൾ തേജസ്സുള്ള ഒരു കാര്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ദർശന നിമിത്തം എന്താ സംഭവിച്ചത്? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്ക് വീണു. ദർശന നിമിത്തം എന്താണ്ട് ശക്തിയില്ലാണ്ടായിരുന്നു ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബോധം കെട്ട് വീണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മരിച്ചവനെ പോലെ ആയിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് സെയിം പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൾ വീണു. അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരുന്നു. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. യേശുക്രിസ്തുവാണിത് ഈ ദൂത് കൊടുത്തതെന്നുള്ള ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ദർശനം ഇവിടെ കാണുന്നത്. ഇതിന് കാരണമായിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു സാത്താനെ കാൽവരിയിൽ തോൽപ്പിക്കുകയും അതിനുശേഷം യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ തേജസ്കരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ കാണുമ്പോൾ കൂടുതൽ തേജസ്സുള്ളതായിട്ട് കാണുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായല്ലോ, യേശു ക്രിസ്തുവിനെ തന്നെയാണ് ദാനിയേലും കണ്ടിരിക്കുന്നത്. അതിന് പ്രധാന കാര്യം എന്നുണ്ട് ഈ ദർശനത്തിന്റെ ഉദ്ദേശമാണ്. ഭാവി കാല സംഭവങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് പറഞ്ഞിരിക്കുന്നത് 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദാനിയേലിന്റെ കാലം മുതൽ, പാർശ്വരാജാക്കന്മാരുടെ കാലം മുതൽ ഉള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒരു ആളാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത് 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ദാനിയേൽ 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ 3 എബ്രായബാലന്മാരുടെ കൂടെ അഗ്നികുണ്ഡത്തിൽ കാണപ്പെട്ട ആൾ യേശുക്രിസ്തു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പാട്ടുകളും ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആള് യേശുക്രിസ്തു ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനുള്ള ലോജിക്ക് എന്താണെന്നുള്ളതാണ് ഇപ്പൊ ഞാനിവിടെ എഴുതി. എബ്രായബാലന്മാരുടെ കൂടെ അഗ്നികുണ്ഡത്തിൽ കാണപ്പെട്ട ആൾ ഒരു ദൈവപുത്രന്റെ രൂപത്തിന് ഒത്തിരിക്കുന്നു എന്ന് നെബൂഖദ്നേസർ പറയുന്നതിനാൽ ഇത് ഒരു ദേവദൂതനാകാനാണ് സാധ്യത. നെബൂഖദ്നേസർ ദേവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് യേശുവാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ദാനിയേലിനെ കുറിച്ച് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള മനുഷ്യൻ എന്ന് നെബൂഖദ്നേസർ പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിന് ഒരാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതാണ് അതിനുള്ള ലോജിക്ക്. അതിന്റെ വചനം ഒന്ന് വായിക്കാം. ദാനിയേൽ 3:25. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇന്ന് ദാനിയേൽ 4:8 എന്താ പറയുക? ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരെ ആത്മാവുള്ളവനുമായ ദാനിയേലിന്റെ മുമ്പിൽ വന്നു.
അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചതെന്തെന്നാൽ, ഇത് നെബൂഖദ്നേസറിന് അറിയില്ല, പിശാചുക്കളെയാണ് നെബൂഖദ്നേസർ ദൈവങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവന്മാരുടെയൊക്കെ ആത്മാവാണ് ദാനിയേലിലുള്ളതെന്നാണ് ആൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ദാനിയേലിന് പരിശുദ്ധാത്മാവാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. നെബൂഖദ്നേസർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൂതന്മാരെയാണ് ദൈവം ഓരോ ദൈവമക്കളെയും രക്ഷയ്ക്കായിട്ട് അയക്കുന്നത്. ദൈവം നേരിട്ട് വരുമല്ല ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. ഇനി അടുത്ത ഒരു കാര്യം കൂടി ഉണ്ട്. മമ്രയുടെ തോപ്പിൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത് നേരിട്ട് പ്രത്യക്ഷനായി എന്നാണ് പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവത്തെ കാണാൻ പറ്റില്ല എന്ന് ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റായിട്ട് വരുന്നത്. അതായത് ശബ്ദം വരും. ശബ്ദം തന്നെ പലപ്പോഴും ദാനിയേലിനൊക്കെ കേട്ടിട്ട് ബോധം കേട്ട് വീണെന്നാണ് പറയുന്നത്. അപ്പൊ നേരിട്ടുള്ള പ്രത്യക്ഷത അല്ലായിരുന്നു. അപ്പൊ ഇവിടെ അബ്രഹാമിന് പ്രത്യക്ഷനായ 3 ദൂതന്മാർ മുഖേന, പക്ഷെ അതിൽ ഒരാളാണ് സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നേരിട്ടുള്ള പ്രത്യക്ഷത അല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഞാൻ വായിക്കാം. ഉൽപ്പത്തി 18:1 മുതൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ മമ്രയുടെ തോപ്പിൽ യഹോവ 3 ദൂതന്മാർ മുഖേനയാണ് അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ആ സമയം യഹോവ അബ്രഹാമിനോട് സംസാരിക്കുന്നുണ്ട്. യഹോവ ശലോമോന് പ്രത്യക്ഷനായത് സ്വപ്നത്തിലൂടെയാണ്. ദൈവത്തെ നേരിട്ട് കാണുന്ന മനുഷ്യൻ മരിച്ചു പോകുമെന്ന് പുറപ്പാട് 33:20 വാക്യത്തിൽ പറയുന്നു. കൂടാതെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ യേശുവല്ലാതെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ 6:46 പറയുന്നു. അതിനാൽ യഹോവ നേരിട്ട് അബ്രഹാമിന് പ്രത്യക്ഷനായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതിനുള്ള വചനങ്ങളും ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 18. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ എന്ന് പറയുന്നത് അബ്രഹാം. പിന്നെ ഉൽപ്പത്തി 18:13 യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമെന്ന് പറഞ്ഞു. സാറ ചിരിച്ചത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ചോദിക്കണം. സാറ പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിരിക്കുകയാണ്. വയസ്സായ സ്ത്രീക്ക് എങ്ങനെ മക്കളുണ്ടാവുക എന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. പിന്നെ അത് സംസാരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. 1 രാജാക്കന്മാർ 3:5 ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചോളൂ എന്ന് ദൈവം അരുളി ചെയ്തു. സ്വപ്നത്തിലാണ് പ്രത്യക്ഷനാവുന്നത്, നേരിട്ടല്ല. പിന്നെ പുറപ്പാട് 33 നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ യഹോവ പറഞ്ഞ കാര്യമാണ്. പിന്നെ യോഹന്നാൻ 6:46 എന്ന് പറയുന്നത് പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടു, വേറെ ആരും കണ്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയണം. അപ്പൊ ഇവിടെ പ്രത്യക്ഷനായെന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷനാകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരെ അങ്ങോട്ട് വരികയല്ല, അതിന്റെ പ്രശംസ അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരാൾക്കും ദൈവം നേരിട്ട് പ്രത്യക്ഷനായെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.